പാനൂർ സ്ഫോടന കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് സുതാര്യവും സുരക്ഷിതവുമാക്കാൻ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് KPCC പരാതി നൽകി. അതേസമയം റിമാൻഡിൽ കഴിയുന്ന 5 പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. പാനൂരിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപ്പട്ടികയിലെ DYFI നേതാക്കളുടെ സാന്നിധ്യം ആയുധമാക്കി കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്നാരോപിച്ച് KPCC മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി. കേസിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യം. ഈ തെരഞ്ഞെടുപ്പിൽ CPM നടത്തുന്ന ബോംബ് സ്ഫോടനവും ആയുധ ശേഖരണത്തിന്റെയും എല്ലാം ആ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്നതായി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇത് അന്വേഷിക്കാൻ. UDF പ്രവർത്തകരെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്നും മുഖ്യമന്ത്രി പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായും രമേശ് ചെന്നിത്തല. എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മിച്ചത്? അപ്പൊ തെരഞ്ഞെടുപ്പിൽ പരാജയം ഭീതി പൂണ്ട് എതിരാളികളായ UDFകാരെ ആക്രമിക്കാനുള്ള പദ്ധതിയാണ് എന്ന് വേണം ഇത് കരുതാൻ. NIA അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകൾ സംശയകരമെന്നും UDYF. ഇത് ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനമാണ്. അപ്പോൾ അതിനകത്തൊരു തീവ്രവാദ സ്വഭാവമുണ്ട്. ആ വിഷയത്തിനകത്ത് സമഗ്രമായ ഒരു അന്വേഷണം കേരള പോലീസിനെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ഇന്നിപ്പോൾ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പറയുകയാണ് NIAയുടെ ഒരു അന്വേഷണം തന്നെയാണ് ഇതിനകത്ത് അനിവാര്യം. കേസിൽ റിമാൻഡിൽ കഴിയുന്ന അരുൺ, ഷെബിൻലാൽ, അതുൽ, സായൂജ്, അമൽ ബാബു എന്നീ പ്രതികൾ ജാമ്യാപേക്ഷ നൽകി. അതേസമയം കരിങ്കൽ ക്വാറിയിലേക്കായി എത്തിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതികൾക്ക് ലഭിച്ചതായി സൂചനയുണ്ട്. വെടിമരുന്ന് സമാഹരിച്ചതെങ്ങനെയെന്നതിലെ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 കണ്ണൂർ.